ഹലോ ഫ്രണ്ട്സ്, കേരം തെങ്ങും കേരള നാട്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ അതിരമ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള വഴിയിലേക്ക്. ഇവിടെ ഫോറസ്റ്റ് എൻട്രിയാണ്. ഇവിടെ ക്രിസ്മസ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്താണ്. പിള്ളേർ വേഗം പോകാനായിട്ട് ആഘോഷിക്കേണ്ട, അതായത് ക്ലീനായിട്ട് റോഡ്, പിള്ളേർക്ക് സ്പീഡ് കൂട്ടി പോകണം. ചുറ്റും ഇങ്ങനെ വൃക്ഷങ്ങളും മരങ്ങളൊക്കെ കൊണ്ടുള്ള യാത്ര വളരെ രസകരമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില ബോർഡുകളുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, സ്പീഡ് കുറയ്ക്കണം, ഡേഞ്ചർ സോൺ. അത്ര ആളുണ്ടാവില്ല, പക്ഷെ ഒഴുക്കുണ്ടാവും. ഒരു സൈഡിരുന്നവർ മുഴുവൻ ആനയെ കണ്ടു. ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പുറത്തിരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അത് വലിയ പാറയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തർക്കിക്കുകയും ചെയ്തു. പിന്നെ വണ്ടി നല്ല സ്പീഡിൽ പോകണ കാരണം കുറേ ദൃശ്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സിൽവർ സ്റ്റോൺ. ഫുൾ ടൈം കാട്ടിലേക്ക് കണ്ടുന്നിട്ടുള്ള യാത്രയാണ്. ശരിക്കും നമ്മൾ വാൽപ്പാറയിലേക്കുള്ള ഒരു ട്രിപ്പായിരുന്നു. ഓൺ ദ വേ അതിരമ്പള്ളി ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള കാഴ്ചപ്പാടിൽ പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിരമ്പള്ളി എത്തി. അതിരമ്പള്ളിയിൽ നമ്മളെ വരവേൽക്കുന്ന ആൾക്കാരുണ്ട്, കണ്ടോ. കാട്ടല്ലേ ഹായ്, ഹലോ ഹലോ ഹലോ. അവനിപ്പോൾ കിട്ടിയേനെ. ഞാൻ മാന്യമായിട്ട് വിളിച്ചപ്പോൾ മിണ്ടിയില്ല കേട്ടോ. പയ്യൻ ഒച്ചയെടുത്തപ്പോൾ ഒരൊറ്റ ചാട്ടം. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ധാരാളം കുരങ്ങന്മാരെ കാണാറുണ്ട്. ഇന്നിപ്പോൾ ഒരു 9 മണി അടുക്കണേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അധികം വൃക്ഷങ്ങളൊന്നും അങ്ങനെ അധികം ആരെയും കണ്ടില്ല. പിന്നെ ടൂറിസ്റ്റുകളും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന് വലിയൊരു ക്രൗഡഡ് ആയിരുന്നില്ല. വെള്ളം അധികം കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, അത് നല്ലൊരു ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങണം. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ആ കുഴിയിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട്. പിന്നെ പാറയിൽ കൂടെ നടക്കാനും സൗകര്യമുണ്ട്. ഈ ടൈമിലൊക്കെ വരുന്നത് കൂടുതൽ കൺവീനിയൻ്റ് ആയിരിക്കും. ഇപ്പോൾ അതിരമ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ബാഹുബലീനെ ഓർക്കാണ്ട് പോകാൻ പറ്റില്ല. ഒരു കുഞ്ഞു കല്ലെങ്കിലും പൊക്കി മറിച്ചിടണ്ടേ. അപ്പോൾ ഈ ചേട്ടൻ്റെ പാറവൊക്കെ ഒന്ന് നോക്കി.
ശ്രമം പാളി കേട്ടോ. ഇനി ഇവിടെ നിന്ന് പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് മടങ്ങി. ഇനി നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാം.